ചേട്ടാ സാരി നോക്കിയേ, മോളെ ഓൺലൈനിൽ അയച്ചതാ. നന്നായിരിക്കുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നിനക്ക് നല്ലപോലെ ചേരും. നിങ്ങൾ സാരി നോക്കാതെ ഫോണിൽ നോക്കിയോണ്ടോ നന്നായിരിക്കും പറയുന്ന മനുഷ്യ. ഞാൻ നോക്കിയാലും എനിക്ക് ഇതല്ലേ പറയാനോ. നിങ്ങളോട് ചോദിച്ചേ എന്നെ പറഞ്ഞാ മതിയല്ലോ. വളരെ ശരിയാ. നീ അകത്താണ് പോയി വേസ്റ്റ് എടുക്കാൻ ആള് വരുന്നുണ്ട്. അവരെ നിന്നെ കാണണ്ട. അവരെന്നെ കണ്ടാലെന്താ? ഇന്നേ മാലിന്യ നിർമ്മാർജ്ജന ദിവസമാണ്. നീ വീട്ടിലെ വേസ്റ്റാന്നേ അവർക്കറിയാം. അവരെ നിന്റെ അടുത്തോണ്ട് പോകും. നിങ്ങൾക്കല്ലെങ്കിലേ ഞാനൊരു വേസ്റ്റ് ആണല്ലേ. അതെ, നിങ്ങളോട് പറഞ്ഞോണ്ടിരുന്നാലേ എനിക്ക് തല പെരുക്കും. വന്നാട്ടെ, ഇതാണ് വിവരമെല്ലാം അറിഞ്ഞു. മോടെ കല്യാണം ഫിക്സ് ചെയ്തു അല്ലേ? എല്ലാം പെട്ടെന്നായിരുന്നു. പയ്യന് ലീവ് വളരെ കുറച്ചേ ഉള്ളു, അതുകൊണ്ടാ. ചേച്ചി ഇവിടെ വിളിക്കാം, ഞാൻ വിളിക്കാം. ബാഗിനകത്ത് കത്തെടുത്ത് പിന്നെ കവറിനകത്ത് കാർഡുണ്ടോന്ന് നോക്ക്. എനിക്കൊരിക്കലും അബദ്ധം പറ്റിയതാണ്. ഞങ്ങള് കാത്തിരിക്കുകയായിരുന്നു, ഇതുവരെ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞ് അല്ലേ ഏട്ടാ? ആദ്യം ദൂരെയുള്ള ബന്ധുക്കളെ എല്ലാം വിളിച്ചത്. യാത്ര ചെയ്ത് ഒരു പരുവായി. പലരും പിന്നെ ഫോണിലാ വിളിച്ചത്. മുമ്പൊക്കെ ഈ കല്യാണത്തിനും ഈ മരണത്തിനും ഒക്കെയാണ് ബന്ധു വീട്ടിൽ പോകുന്നത്. ഇപ്പൊ എല്ലാം വാട്സപ്പിലാ. ഒന്നിനും ഒരു സമയവും ഇല്ല. 27-നാണ് വിവാഹം. നിങ്ങൾ രണ്ടുപേരും എല്ലാ ചടങ്ങുകൾക്കും വരണം. ഇവിടെ നിങ്ങൾ രണ്ടുപേരും അല്ലേ ഉള്ളു? മോള് വരാറില്ലേ? അവളുടെ കല്യാണമൊക്കെ എന്തോ ആയി? കല്യാണക്കാര്യം പറയുമ്പോഴേ അവക്ക് കല്ലിയ. ഞാൻ പറഞ്ഞ് മനസ്സിലാരെങ്കിലും ഉണ്ടെങ്കിലേ പറ, നമുക്ക് നടത്തി കൊടുക്കാം. ഞങ്ങളുടെ മോക്ക് പിന്നെ കൂടുതൽ അന്വേഷിക്കേണ്ടിയൊന്നും വന്നില്ല. അവള് തന്നെ അങ്ങ് കണ്ടുപിടിച്ച്. നിങ്ങൾ സംസാരിക്കും, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ. അയ്യോ ചേച്ചി, ചായ ഒന്നും എടുക്കണ്ട. ഒരുപാട് സമയം പോയി, ഒരുപാട് അടുത്ത് കേറാനും കിടക്കുന്നു. ഞങ്ങളങ്ങ് ഇറങ്ങുക. സമയവും സ്ഥലവും എല്ലാം കത്തിലുണ്ട്. രണ്ടുപേരും നേരത്തെ അങ്ങ് എത്തിയേക്കണം. ചേച്ചി മോളോട് പ്രത്യേകം പറയണേ. പിന്നെ തീർച്ചയായിട്ടും ഞങ്ങൾ വന്ന് എന്തെല്ലാം ചടങ്ങുകളാ. അതാണ്ട് ഹൽദി, സേവ് ദി ഡേറ്റ്, എന്ന് വേണ്ട മൈലാഞ്ചി. ഇപ്പൊ എല്ലാ കല്യാണങ്ങൾക്കും ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ എന്തൊക്കെ അനാവശ്യ ചെലവുകളാണ്. ഈ സുനിൽ സാർ റിട്ടയർ ചെയ്ത കാശ് മുഴുവൻ കൊണ്ട് ഇതിനുവേണ്ടി അടിച്ചു കളയുക. മോളെ കല്യാണം കഴിഞ്ഞ് അവിടെ പോക്കിനങ്ങ് പോകും. മോള് പോയാലെന്താ, നാട്ടു നടപ്പൊക്കെ അനുസരിച്ചല്ലേ പറ്റൂ. ഇതൊക്കെ വടക്കേന്ത്യയിലുള്ള ചടങ്ങുകളാണ്. ഈ അനധികൃത സമ്പാദ്യമുള്ളവനും കൈക്കൂലി വാങ്ങുന്നവനും അവന് കാശ് ചെലവാക്കാനുള്ള പ്രധാന ഒരു ഉപാധിയായി. നിങ്ങൾ അങ്ങനെ പറയും. സാധാരണക്കാരന് ലോൺ എടുത്തു, വട്ടിപ്പലിശ എടുത്തു, ഇത് അനുകരിക്കാൻ നോക്കൂ. ഏതെങ്കിലും ഒരു പെമ്പിള്ളേര് ഏതെങ്കിലും ഇത് വേണ്ടെന്ന് പറയൂ. സ്വർണത്തിന് വില കൂടിയ സമയത്തായി ഈ ആർഭാടം. സ്വർണത്തിന് വില കൂടിയെന്ന് പറഞ്ഞേ പെണ്ണിനെ കടിച്ചു വിടാതിരിക്കാൻ പറ്റുമോ? നമ്മുടെ മോളോട് പറഞ്ഞേക്കണം, ബാക്കി കല്യാണത്തിന്റെ കംപ്ലീറ്റ് ചെലവുകളും നമ്മൾ നോക്കും. മൈലാഞ്ചി, പിന്നെ ഹൽദി, ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ടല്ലോ, അതിന്റെയൊക്കെ ചെലവ് അവൾ സമ്പാദിച്ചതെന്ന് കൊടുക്കാൻ പറയാം. അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ തലേദിവസത്തെ റിസപ്ഷൻ പരിപാടി ഉണ്ടല്ലോ, നമുക്ക് വേണ്ട. അത് നഷ്ടക്കച്ചവടം. 5 ലക്ഷം രൂപ റിസപ്ഷന് ചെലവാകും, 2 ലക്ഷം രൂപ കളക്ഷൻ. ഈ മെനക്കേട് മാത്രം മിച്ചം. ചിലപ്പോഴേ അവള് പറയുന്നത് കേൾക്കുമ്പോ അതാ ശരിയാന്ന് തോന്നും. എന്തോന്നും ശരിയാന്ന് തോന്നുന്നു. കല്യാണം വരെ സ്വന്തം വീട്ടിൽ കഴിയാം. അത് കഴിഞ്ഞോ അയാളുടെ വീട്ടിൽ പോയി അയാളെ നോക്കണം, കൊച്ചുങ്ങളെ നോക്കണം, കുടുംബം നോക്കണം. ആ ജന്മം സ്ത്രീയെ സംബന്ധിച്ച് തൊലഞ്ഞു. അത് പെണ്ണുങ്ങളുടെ കാര്യം. ഞങ്ങളുടെ ആണുങ്ങളുടെ കാര്യം നീ ഒന്ന് ആലോചിച്ചു. കല്യാണം വരെ നമ്മള് അടിച്ചു പൊളിക്കും. കല്യാണത്തിന് എവിടുന്നോ ഒരുത്തെ കെട്ടിക്കൊണ്ടുവന്ന് സ്വന്തം നാട്ടില്, അത് സ്വന്തം വീട്ടിൽ ഒരു അടിമയെ പോലെ നമ്മൾ കഴിയണം. പുരുഷന്മാരുടെ ഒരു ഗതികേട്. സത്യത്തിൽ ഈ ആണുങ്ങളുടെ കാര്യം ഒരു കഷ്ടം തന്നെ.